ആണ് ഒരു ക്രൂസർ ബൈക്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യന്റ് ബൈക്കാണ്. ഏറ്റവും കൂടുതൽ എൻക്വയറിയാണ് കവാസാക്കിയുടെ. ഒട്ടിച്ചു പോകാൻ പറ്റിയ നല്ല റൈഡിംഗ് കംഫർട്ട് ആണ്. നമ്മൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത് അത് ഈ വണ്ടി തരും. കേരളത്തിൽ ആകെ ഒരു പീസാണ് സൂപ്പർ ക്ലൈഡ്. അതുവരെ നമ്മൾ അതെ ഇത് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ലാസ്റ്റിലോട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ അല്ലേ, അതായത് നമ്മൾക്ക് റയറസ്റ്റ് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അപ്കമിങ് സ്റ്റോക്ക് നമ്മുടെ അടുത്ത് വരാൻ ഒരു വെടിച്ചിലൊരു ഐറ്റം വരാനുണ്ട് നമ്മുടെ അടുത്ത്. നമ്മുടെ പുതിയ ഷോറൂമിലോട്ടുള്ള ഒരു വെറൈറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ അടുത്ത് നിന്ന് വരാനുണ്ട്. കേരളത്തിൽ തന്നെ ആ ഒറ്റ പീസാണല്ലോ നമ്മുടെ അടുത്തുള്ളത്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിത് സെല് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ സർവീസ് എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൊച്ചിയിലും നിങ്ങൾ ഇവിടുന്ന് ബൈക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ എല്ലാ വണ്ടികളും ഇപ്പോൾ എല്ലാ വണ്ടികളുടെയും മെയിൻലി പ്രീമിയം കാറ്റഗറി സർവീസും കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നത്. ഈ സൂപ്പർ ബൈക്ക് എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ് സർവീസ്. സ്പെയർസും അത് രണ്ടും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ. ഐഎസ്എങ്ങൊക്കെ വലിയ വണ്ടികളാണ്. ഈവൻ ഇപ്പൊ നമ്മൾ മാറിയ വണ്ടികളാണ്. നമ്മളൊന്ന് അത് പ്രീമിയം കാണുന്നില്ല. ഓക്കെ, റയറസ്റ്റ് ആണ്. അന്നൊക്കെ ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുമ്പോൾ റോഡിൽ കാണത്തില്ല. ഓ, അന്ന് GTR അയാസങ്ങൊക്കെയാണ് അന്ന് റോഡ് ഭരിക്കുന്നത്. 7000 കിലോമീറ്റർ വണ്ടി, വെറും 7000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹയാസങ് GTR 50,000 ഡൗൺ പേയ്മെന്റ് അല്ലേ? 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഹയാസങ് GTR ഇറക്കാം. ബെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ആണ് കേട്ടോ. ബെല്ലി എന്ന് പറഞ്ഞാൽ സൗണ്ട് ആണ്. 600i അതാണ് അവരുടെ ഏറ്റവും ടോപ്പിൽ മീൻസ്. അതായത് 600cc ആണെന്നുണ്ടെങ്കിൽ സാധനം കോമ്പീറ്റ് ചെയ്യുന്നത് C8 C900 ആയിരിക്കാം. ഇവ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ് 600i. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ബൈക്ക് ഷോറൂമുകളിലൊന്നായിട്ടുള്ള ഹെൽമെറ്റഡ്സിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഏകദേശം 6 മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അതിനുശേഷം ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന പോലെ തന്നെ ഏകദേശം ഒരു 10-60 വാഹനങ്ങൾ സൂപ്പർ ബൈക്ക് കളക്ഷൻസും അതുപോലെ തന്നെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളും 500 ബിലോ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 എപ്പിസോഡാണ് നമ്മൾ ഹെൽമെറ്റഡ്സ് എന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റിലെ എപ്പിസോഡിൽ കുറച്ച് പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളും രണ്ടാമത്തെ എപ്പിസോഡിൽ ബാക്കി വരുന്ന ഒട്ടുമിക്ക വാഹനങ്ങളുടെ ഡീറ്റെയിൽസും ആയിരിക്കും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഹെൽമെറ്റഡ് ഷോറൂമിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഒരു മഹാസാഗരം തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചെയ്ത വീഡിയോയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. നിഞ്ച ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ Z800 ഇരിക്കുന്നുണ്ട്, GT ഇൻ്റർസെപ്റ്റർ, അതുപോലെ തന്നെ ബെൻലിയുടെ 300i ഇരിക്കുന്നുണ്ട്, റാലി എഡിഷൻ വരുന്നുണ്ട്, BMWൻ്റെ GS310 വരുന്നുണ്ട്, അതുപോലെ തന്നെ 390 വരുന്നുണ്ട്, 250 വരുന്നുണ്ട്. അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഒന്നും കൂടെ നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സൂപ്പർ ബൈക്കുകളുടെ ചാകര തന്നെയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കളക്ഷൻസ്, പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. 6 മാസം മുന്നെയാണ് നമ്മൾ ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ജാസിൽ ബ്രോ, നമ്മൾ എന്നും വീഡിയോ ഉണ്ടായിരിക്കുന്ന ജാസിൽ ബ്രോ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഏകദേശം 6 മാസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അതിനുശേഷം ഒരുപാട് വണ്ടികൾ വിറ്റിട്ടുണ്ട്, പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. എന്താണ് നോമ്പായിട്ട് അവസ്ഥ? അടിപൊളിയാണ്, പോകുന്നുണ്ട് അല്ലേ? നല്ല അടിപൊളി റീൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. നമ്മളെപ്പോഴും വെറൈറ്റികൾ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ റീൽസും കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും അല്ലേ? അത്യാവശ്യം നല്ല കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല സ്റ്റോക്കുകൾ കയറാനാണ്. ഓക്കെ, അവിടുത്തെ സ്പേസ് ഒക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി അവിടെയൊക്കെ കംപ്ലീറ്റ് വാഹനങ്ങൾ നിറച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ ഒരു ഹെൽമെറ്റിന്റെ സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒഴിവാക്കി. ഓക്കെ, ഏതൊക്കെ ജില്ലകൾക്കാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്? അതുപോലെ തന്നെ കസ്റ്റമേഴ്സൊക്കെ ഏതൊക്കെ ജില്ലയിൽ നിന്നാണ് വരുന്നത് നമുക്ക് ഹെൽമെറ്റ് ഷോറൂമിലേക്ക്?
നമുക്ക് ഓൾമോസ്റ്റ് ഓൾ കേരള നമ്മൾ ഫൈനാൻസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സൂപ്പർ ബൈക്സിന്റെ കാറ്റഗറിക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 80% വരെ ലോണാണ് അവൈലബിൾ ആണ്. സൂപ്പർ ബൈക്ക് കാറ്റഗറിയിൽ 80% നമുക്ക് ലോൺ കിട്ടും. മേ ബി ZX ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 80% വരെ വണ്ടി ലോൺ അവൈലബിൾ ആണ്. ഓക്കെ, അതായത് ഏകദേശം നമുക്കൊരു 19 മോഡലോട്ടുള്ള അങ്ങനെ വണ്ടികൾ. ഓക്കെ, 19-24 വരെയുള്ള വണ്ടികൾക്ക് ഏകദേശം നമുക്ക് 80 to 90% വരെ ലോൺ അവൈലബിൾ ആണ്. ലോൺ കിട്ടും. ഓക്കെ, ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ലോൺ കൊടുക്കാനായിട്ട് പറ്റും. ഡിപ്പെൻഡ് ഓൺ സിവിൽ സ്കോർ അല്ലേ? സിവിൽ സ്കോർ. ഓക്കെ, ഇപ്പോൾ ലോണിന് ഒരു കസ്റ്റമർ വന്നിട്ട് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? നമുക്ക് പ്രീമിയത്തിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. ഓക്കെ, ITR ഫയൽ ചെയ്യണം. ഓക്കെ, 80% ലോൺ കിട്ടുന്നതിന് എന്തെങ്കിലും ITR കാര്യങ്ങൾ ഫയൽ. നോർമൽ വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ലാൻഡ് ടാക്സ്. എത്ര ദിവസം കൊണ്ട് നമുക്ക് ലോൺ പാസ്? ഏകദേശം 2 ദിവസം കൊണ്ട് ലോൺ സാക്ഷൻ ആയി. 2 ദിവസം കൊണ്ട് ലോൺ പാസ്സാക്കാം. ഓക്കെ, അത് തന്നെ വലിയ കാര്യമാട്ടോ. സൂപ്പർ ബൈക്കിന്റെ കാറ്റഗറി വരുമ്പോൾ സൂപ്പർ ബൈക്കിലോട്ടാകുമ്പോൾ എന്തായാലും ടൈം ഡ്യൂറേഷൻ വേണം. മാക്സിമം ഒരു 1 വീക്കിനുള്ളിൽ 1 വീക്ക് എടുക്കും. കാരണം വെച്ചാൽ അത് ബാങ്കിന്റെ പ്രൊസീജിയറാണ്. അത്യാവശ്യം ITR കാര്യങ്ങൾ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ സൂപ്പർ ബൈക്കിന് ലോൺ കിട്ടത്തുള്ളൂ. അങ്ങനെയാണ്. ഇപ്പോൾ ഷോപ്പ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അല്ലേ? ഏകദേശം എത്ര ടൈം എടുക്കും? ഏകദേശം നമുക്കൊരു പെരുന്നാൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറണം എന്നാണ്. ഓക്കെ, ഷോപ്പ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്കല്ലേ? അങ്ങോട്ട് പറഞ്ഞു നമ്മളിവിടെ തന്നെ ഏകദേശം നമുക്കൊരു 1/2 കിലോമീറ്റർ നമ്മളിവിടെ തന്നെ കോട്ടക്കൽ തന്നെ. ഓക്കെ, അപ്പോൾ ഷോപ്പ് ഇവിടുന്ന് മാറ്റുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഈ കാണുന്ന പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വാഹനം നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അല്ലേ? ഓക്കെ, തീർച്ചയായും സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കവാസാക്കിയുടെ 2 വെടിക്കെട്ട് ഐറ്റംസ് ആണ്. എങ്ങനെ ഡീറ്റെയിൽസ്? നമുക്ക് 2 കവാസാക്കി 2 വണ്ടികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ആയിട്ടുള്ള കവാസാക്കി 1000XX ആണ്. ഒരു ക്രൂസർ ബൈക്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യന്റ് ബൈക്കാണ്. ഏറ്റവും കൂടുതൽ എൻക്വയറിയാണ് കവാസാക്കിയുടെ. ഒട്ടിച്ചു പോകാൻ പറ്റിയ ഐറ്റം. പക്ഷേ നല്ല റൈഡിംഗ് കംഫർട്ട് ആണ്. നമ്മൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത് അത് ഈ വണ്ടി തരും. ഓക്കെ, 2021 ഇൻപുട്ട് കൊടുക്കണേ അതിന്റെ ഔട്ട്പുട്ട് കിട്ടും ആ ഐറ്റം. 2021 മോഡലാണ്. 14,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. നമ്മൾ പ്രൈസ് കോട്ട് ചെയ്തിട്ടുള്ളത്. വണ്ടി അത്യാവശ്യം ആക്സസറീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് സ്ലൈഡേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിമേ. ഓക്കെ, മറ്റേ റൈഡിംഗ് മോഡ്സ് കാര്യങ്ങളൊക്കെ മീൻസ് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും കവാസാക്കി എടുക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും കസ്റ്റമേഴ്സിന് അറിയാം. എടുക്കുന്ന ആൾ എന്തായാലും അത്യാവശ്യം അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് 1000-ലോട്ടൊക്കെ അപ്ഗ്രേഡിങ് വരിക. ഇവിടെ ഇപ്പോൾ നമ്മളൊരു കവാസാക്കി പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ഒരു C800 C900 ഒക്കെ യൂസ് ചെയ്ത് 650cc കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് പ്രിഫർ ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഫസ്റ്റ് കസ്റ്റമർ നിങ്ങൾ 1000 എന്തായാലും പ്രിഫർ ചെയ്യാം. ഒരു അക്രമ സാധനമാണ്. ആക്രമിക്കാൻ പറ്റിയൊരു സാധനം അല്ലേ? സ്റ്റോക്ക് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. നിഞ്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രീൻ കളർ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? പ്രൈസ് നമുക്ക് ഏകദേശം 11 ലക്ഷം രൂപയാണ് നമ്മൾ പ്രൈസ് കോട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമുക്കൊരു 80% വരെ 80 to 90% വരെ ലോൺ അവൈലബിൾ ആണ്. 11 ലക്ഷത്തിൻ്റെ 80-90% ലോൺ കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് സൂപ്പർ ബൈക്കിൽ അല്ലേ? അത്രയും ലോൺ പാസ്സാക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിങ്ങളായിരിക്കും കൂടുതൽ ചെയ്യുന്നുണ്ടാവില്ല ലോണിന് സൂപ്പർ ബൈക്ക്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാ ഇനിയിപ്പോൾ നോർമൽ വണ്ടികൾക്കാണെങ്കിലും പ്രീമിയത്തിനാണ് ഒരേ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സിന് ഏറ്റവും ഇതൊക്കെ കാണാത്ത ആളുകളുണ്ടാവും. ഓക്കെ, നമ്മളൊക്കെ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ ആകെ ഒരു പീസാണ് സൂപ്പർ ഗ്ലൈഡ്. അതുവരെ നമ്മൾ അതെ ഇത് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ലാസ്റ്റിലോട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അതായത് നമ്മൾക്ക് റയറസ്റ്റ് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അപ്കമിങ് സ്റ്റോക്ക് നമ്മളടുത്ത് വരാൻ ഒരു വെടിച്ചിലൊരു ഐറ്റം വരാനുണ്ട് നമ്മളെടുത്ത്. നമ്മുടെ പുതിയ ഷോറൂമിലോട്ടുള്ള ഒരു വെറൈറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളെടുത്ത് നിന്ന് വരാനുണ്ട്. കേരളത്തിൽ തന്നെ ആ ഒറ്റ പീസാണല്ലോ നമ്മളെടുത്തുള്ളത്. അത് നമ്മൾ എന്തായാലും ഒരു മെഗാ ഒരു ഇൻട്രോ ഉണ്ടാവും വണ്ടിക്ക്. 11 ലക്ഷമാണ് വണ്ടിയുടെ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടിയുടെ സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ് വണ്ടി ഉള്ളത്. ഓക്കെ, എൻ്റെ പൊന്നെ, സ്റ്റോക്ക് എക്സോസ്റ്റിൽ ഈ ഒരു സൗണ്ട് പവറാണ്. ഓക്കെ, എക്സോസ്റ്റിന്റെ ആവശ്യമില്ല, സ്റ്റോക്ക് മതി. അത് തന്നെ ധാരാളം കേട്ടോ. സ്റ്റോക്ക് തന്നെ ധാരാളമാണ് ഇതിൽ. ഓക്കെ, ബാക്കിയുള്ള എങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ? വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? പെർഫെക്റ്റ് ആണ്. പക്കാ ഷോറൂം. സിംഗിൾ ഓണർ വെഹിക്കിളും കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 14,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ, 14,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. അപ്പോൾ ഒരു C800
കഴിഞ്ഞ് അതിലേക്ക് അതും കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലിറ്റർ ക്ലാസ് ആണ്. അപ്പോൾ എന്തായാലും ഒരു അപ്ഗ്രേഡിംഗ് വെർഷൻ ആൾ എടുക്കുള്ളൂ. കാരണം വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്തായാലും പോയി പ്രിഫർ ചെയ്യില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സൂപ്പർ ബൈക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ഞാനിപ്പോൾ ഒരു സൂപ്പർ ബൈക്ക് എടുക്കുകയാണ്, ഞാനൊരു ബിഗിനറാണ്, സൂപ്പർ ബൈക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് അത്. നമുക്ക് നമ്മളെ ഇതിപ്പോൾ അഡ്വഞ്ചർ സെഗ്മെന്റ് വരുന്നുണ്ട്, അതിൽ നമ്മൾ ഒരു ഇതുപോലുള്ള വാഹനങ്ങളൊന്നും ഒരിക്കലും ബിഗിനർ എടുക്കൂല. നമുക്ക് ടൂറിങ്ങിലോട്ട് വരുന്ന കുറെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഏതാണോ പ്രിഫറൻസ് അതിനനുസരിച്ചുള്ള വണ്ടികളാണ് നമുക്ക് ചെയ്യാം. ഏകദേശം ഇപ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് കവാസാക്കി തന്നെയാണ് Z800 വരുന്നത്, Z900 വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ZX വരുന്നത്, 1000 വരുന്നത്. ഓക്കെ, മാക്സിമം ലോൺ നമുക്ക് കിട്ടുന്നുണ്ട് സൂപ്പർ ബൈക്ക് ആണെന്നുണ്ടെങ്കിലും 500 ബിലോ സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾ കാണും. അത് തന്നെ വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ NOC കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. പറ്റുമല്ലോ അല്ലേ? ഓക്കെ, അടുത്ത വാഹനത്തിലേക്ക് പോകാം. കവാസാക്കി Z800. അതെ, ഇത് ജ്യേഷ്ഠൻ അനിയൻ അങ്ങനെ വിശേഷിപ്പിക്കാം നമുക്ക്. ഓക്കെ, ഇതിൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. MIBയുടെ എക്സോസ്റ്റ് ഫുൾ സിസ്റ്റം നമ്മൾ എക്സോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിമേ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2016 മോഡലാണ്. 16 മോഡല് 26,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളത്. സ്റ്റാബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം വണ്ടി. ഓക്കെ, സൗണ്ട് കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ എക്സോസ്റ്റ് നോട്ടിൻ്റെ ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, സൗണ്ട് കേൾപ്പിക്കാം. അതെ, ഇതിപ്പോൾ നമുക്ക് റോഡിലൂടെ പോകുന്ന നിനക്ക് സൗണ്ട് കാണാൻ ആൾക്കാർ ആരായാലും ഒന്ന് നോക്കി പോകുന്നൊരു മാരക സൗണ്ടാട്ടോ ഈ ഒരു വാഹനത്തിൻ്റെ. ന്യൂട്രലാണോ? ഇതുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ മതി, ചുറ്റുള്ള ആളുകളൊന്നും ഒന്ന് നോക്കി പോകും. അമ്മാരി ഹൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് കാര്യങ്ങളുള്ള വണ്ടിയാണ്. Z800 അത്യാവശ്യം നല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു സെഗ്മെന്റ് ആണ് Z800 Z900. നമുക്ക് തന്നെ റയറസ്റ്റ് സ്റ്റോക്ക് ആണ് കിട്ടാറ്. അത്രയും സോൾഡ് ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ടോക്കൺ ആണ് വണ്ടി. ടോക്കൺ ആയിക്കണേ? ടോക്കൺ ആയിട്ടുണ്ട്. നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടില്ല, അതിന് മുന്നേ വണ്ടി ടോക്കൺ ആണ്. പൈസ ഉണ്ടോ പൊളിച്ചടക്കാൻ പറ്റിയൊരു സാധനം. ഓക്കെ, എത്ര പ്രൈസ് ആയിരുന്നു? 6,90,000 രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വണ്ടിക്ക്. ഓക്കെ, നെഗോഷ്യബിൾ ആണ്. ലോൺ എത്ര മാസം? ലോൺ ഏകദേശം നമുക്കൊരു 4 lakh ആ ലെവൽ വരെ ചെയ്യാം. ഇത് മോഡൽ കുറവായതുകൊണ്ടാണ് ആ ലെവൽ ഫൈനാൻസ് കിട്ടുന്നത്. ഓക്കെ, 16 മോഡലായതുകൊണ്ട്. ഇപ്പോൾ ഈ സൂപ്പർ ബൈക്ക് കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്ക് എത്ര മുതലാണ് ലോൺ പാസ്സാവുക? 19 മോഡൽ മുതൽ 24 വരെ. ഏറ്റവും ബിലോ വരുന്ന മോഡൽ ഏതാ? എങ്ങനെയാ? സാധാ നോർമൽ ബൈക്കാണ് 2011 ശേഷമുള്ള വാഹനങ്ങൾക്കാണ് ലോൺ പാസ്. അതായത് നമ്മൾ 19 to 24 വരെ 90%, 80 to 90% ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. ഓക്കെ, അത് ഏകദേശം നമുക്ക് പിന്നെ അടിയിലോട്ടുള്ള മോഡൽസ് നമുക്ക് ഏകദേശം കസ്റ്റമർ ട്രാക്കും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ്. ഏകദേശം 50%, 70 ആ ലെവലിൽ വരെ പാസ്സാക്കാം, കസ്റ്റമർ ട്രാക്ക് അനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ സിവിൽ സ്കോർ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ, ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. 4 സിലിണ്ടർ വെഹിക്കിളാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ? പ്രൈസ് നമ്മൾ കൂട്ടിയതിൽ ഏകദേശം 690 ആണ്. വണ്ടിയുടെ കണ്ടീഷൻ ഓണർഷിപ്പ് പെർഫെക്റ്റ് ആണ്. 26,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ഓണർഷിപ്പ് എത്രയായിരുന്നു? 4th ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 4th ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് നമുക്ക് ഇങ്ങോട്ട് പോകണോ അതോ ബാക്കിലേക്ക് പോകണോ? നമുക്ക് ഹാർലി ഡേവിഡ്സൺ 2 കളക്ഷൻസ്. ഓക്കെ, ഹാർലി ഡേവിഡ്സൺ അതെ, ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയൊരു ബ്രാൻഡാണ്, എങ്കിൽ കൂടി വരാൻ ചാൻസും കൂടെ ഉള്ള ബ്രാൻഡാണ് അല്ലേ? അതെ, ഇന്ത്യയിൽ ഇപ്പോൾ പ്രൊഡക്ഷൻസ് നമുക്ക് ഇമ്പോർട്ടഡ് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അവൈലബിൾ ആണ്. സർവീസ് ഹാർലി ഡേവിഡ്സൺ എടുക്കാൻ പോകുന്ന ആളുകൾക്കുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. സ്പെയർ കിട്ടും ഇതിൻ്റെ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിത് സെല് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ സർവീസ് എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൊച്ചിയിലും നിങ്ങൾ ഇവിടുന്ന് ബൈക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ എല്ലാ വണ്ടികളും ഇപ്പോൾ എല്ലാ വണ്ടികളുടെയും മെയിൻലി പ്രീമിയം കാറ്റഗറി സർവീസും കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നത്. ഈ സൂപ്പർ ബൈക്ക് എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ് സർവീസ് എന്നുള്ളത്. സ്പെയർസും അത് രണ്ടും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, അത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഒരു സൂപ്പർ ബൈക്ക് ഷോറൂം എന്നുള്ള ഒരു കാര്യം സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡഡ് ഷോറൂമായിട്ട് മാറും. ഓക്കെ, ഡീറ്റെയിൽസ് പറയാം. ഹാർലി ഡേവിഡ്സൺ 883 ആണ്. 2015 മോഡലാണ്. 10,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളത്. വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത്. അതെ, ഏകദേശം നമുക്കൊരു 1 ലക്ഷം രൂപയുടെ ആക്സറീസ് വണ്ടി അവൈലബിൾ ആണ്. ഓക്കെ, വാൻസണിന്റെ എക്സോസ്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ആയിട്ടുള്ള. ഓക്കെ, ഏകദേശം നമുക്ക് 90,000 അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട് വണ്ടി. ഓക്കെ, എക്സോസ്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ യൂസ് ചെയ്തിട്ടുള്ള ആള് അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ഓക്കെ, 15 മോഡലാണെന്ന് വണ്ടി പറയില്ല, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണാൻ. നീറ്റ് ആൻഡ് ഫിനിഷിലാണ് വണ്ടി കിടക്കുന്നത് കേട്ടോ. വെറും 10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ, റൺ ചെയ്തിട്ടുള്ളൂ. ഈ സൂപ്പർ ബൈക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, സൂപ്പർ ബൈക്കിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് ലോ കിലോമീറ്റേഴ്സ് ആയിരിക്കും. മാക്സിമം. പിന്നെ റൈഡിങ് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഒരു ടൈഗർ ഒക്കെ ഉണ്ടായിരുന്നു, ഏകദേശം 80,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 മോഡൽ. അപ്പോൾ ആൾ കസ്റ്റമർ അനുസരിച്ച് എത്ര പെട്രോൾ അടിച്ചിട്ടുണ്ടാവും? ഏകദേശം കസ്റ്റമർ 2 പ്രാവശ്യം ഓൾ ഇന്ത്യ കറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്.
അങ്ങനെയല്ല മീൻസ് റൈഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഒരു പാഷന്റെ പുറത്ത് ചെയ്യുന്ന പാഷൻ മീൻസ് അത് റൈഡിങ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇതില് ചിലത് ഓൾമോസ്റ്റ് പിന്നെ നമുക്ക് ക്രൂസർ ബൈക്കുകളൊന്നും കൂടുതൽ അങ്ങനെ കൊണ്ടടക്കാൻ കഴിയില്ല പക്ഷെ അതും ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ ഇതും കൂടുതൽ ഓടി വണ്ടികൾ ആർലി ഡേവിഡ്സൺ തന്നെ അത്യാവശ്യം നല്ല ഓടി വണ്ടികൾ വേറെ ഉണ്ട് നമ്മളൊക്കെ ഒരു ബൈക്ക് എടുക്കാന്ന് പറയുമ്പോൾ ആദ്യം പ്രിഫർ ചെയ്യും മൈലേജ് ആയിരിക്കും പിന്നെ ആയിരിക്കും സൂപ്പർ ബൈക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ കറങ്ങി പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട് ഇത് എടുക്കുന്നവരൊന്നും മൈലേജ് ചോദിക്കൂല വിഷയമല്ല മീൻസ് എന്തായാലും ആ ഒരു സെഗ്മെന്റ് അറിയുന്നവരായിരിക്കും നല്ല അപ്ഗ്രേഡിംഗ് വെർഷൻസ് നിന്ന് വരുന്നവരാണ് ഇവരൊക്കെ അതായത് ചെറിയൊരു മേ ബി ഇപ്പോൾ ആർലി ഡേവിഡ്സൺ ആണ് നമുക്കൊരു സ്ട്രീറ്റ് ആയിരിക്കും ആദ്യത്തെ പ്രിഫറൻസ് അത് കഴിഞ്ഞ് സ്ട്രീറ്റ് റോഡ് ഉണ്ട് 883 ഉണ്ട് 48 ഉണ്ട് പിന്നെ ബോബേഴ്സ് അങ്ങനത്തെ കുറെ വണ്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട് മൈലേജ് നോക്കിയിട്ട് നിങ്ങൾ സൂപ്പർ ബൈക്ക് എടുക്കരുത് സെല്ലില്ല നമ്മൾ സെല്ല് ചെയ്യുന്നില്ല അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അത് ഓക്കെ ഡീറ്റെയിൽസ് പറയാം 2015 മോഡലാണ് 10,000 കിലോമീറ്റർ വണ്ടി ഓടില്ല ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ആക്സറീസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വാൻസൈൻസിന്റെ എക്സോസ്റ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം പൊന്നെ 90,000 രൂപ കൊടുത്താലെന്താ സൗണ്ട് അല്ലേ 1 ലക്ഷം രൂപ കൊടുത്താലും വെർത്താണ് കാരണം അതിനുള്ള റോഡ് പ്രസൻസ് നമുക്ക് റോഡിൽ കിട്ടും ഓക്കെ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം കസ്റ്റമർ സ്റ്റോക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൗണ്ട് വേണ്ട നിങ്ങൾക്ക് സ്റ്റോക്കാണ് ഇതിന്റെ ഒരു സ്റ്റോക്കാണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്തു കൊടുക്കാം ഓക്കെ അടുത്തത് 48 ആണ് 48 ഓക്കെ 19 മോഡലാണ് കുറച്ചുകൂടെ സെക്സി മോഡലാണ് അതെ 48 ഏകദേശം മാൻഡിൽ ബാർ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അത്യാവശ്യം ഇതിലും അത്യാവശ്യം ആക്സസറീസും കാര്യം ലോഡ് ചെയ്തിട്ടുണ്ട് വണ്ടിമേ ഓക്കെ 2020 മോഡലാണ് ഈവൻ വണ്ടി സോൾഡ് ഔട്ട് ആണ് എക്സ്ട്രാ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിമേ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി കണ്ടാൽ തന്നെ അറിയാലോ വണ്ടി പക്കയാണ് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ പോലെയാണല്ലോ അല്ലേ അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ സൂപ്പർ ബൈക്കുകളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ് ഓക്കെ അത്രയും ക്രൈസിന്റെ പുറത്ത് എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും അതിന് സ്ക്രാച്ച് ആക്കാൻ നിൽക്കുമോ ഇല്ല അപ്പോൾ അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വാരാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി സോൾഡ് ഔട്ട് ആണ് ഓക്കെ അടുത്ത വണ്ടി അടുത്ത നമുക്ക് ഡുക്കാട്ടിയാണ് ഡുക്കാട്ടി സ്ക്രാംബ്ലർ അതെ ഓക്കെ 17 മോഡലാണ് 7,000 കിലോമീറ്റർ വണ്ടി ഓടില്ല അതർ സ്റ്റേറ്റ് ആണോ വരുന്നത് അതർ സ്റ്റേറ്റ് ആണ് DL രജിസ്ട്രേഷൻ ആണ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഓക്കെ നമ്മൾ അതർ സ്റ്റേറ്റ് എടുക്കുന്ന സമയത്ത് NOC കാര്യങ്ങളൊക്കെ NOC ഒക്കെ നമ്മൾ എടുത്ത് കൊടുക്കുന്നത് കസ്റ്റമർ ഏതാണോ മീൻസ് അവിടെ ടെമ്പറേച്ചർസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് NOC എടുത്ത് കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ കേരള ആക്കണമെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേരള ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ടാക്സ് അടിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം ഓക്കെ കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ച് വണ്ടിയുടെ കണ്ടീഷൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓവറോൾ പെർഫെക്റ്റ് ആണ് വണ്ടി ഓക്കെ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ് ഓക്കെ ഇതിന് ഓണർഷിപ്പ് സിംഗിൾ ഓക്കെ ഇതിന് നമ്മൾ പ്രൈസ് കോട്ട് ചെയ്തിട്ടും 6,25,000 രൂപയാണ് നമ്മൾ പ്രൈസ് കോട്ട് ചെയ്തിട്ടുള്ളത് ഡുക്കാട്ടി സ്ക്ലാംബറിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെ ഓക്കെ 6 ലക്ഷം അല്ലേ 6,25,000 രൂപയാണ് നമ്മൾ പ്രൈസ് എത്ര ലോൺ പാസ്സാവും DL രജിസ്ട്രേഷൻ ഫൈനാൻസ് അവൈലബിൾ അല്ല മേ ബി ഇപ്പോൾ കേരളോട് ചേഞ്ച് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഓക്കെ അത് ഏകദേശം നമുക്കൊരു കോസ്റ്റ് വരും ഓക്കെ DL കേരളോട്ട് ആക്കാൻ ഏകദേശം നമുക്ക് അത്യാവശ്യം ഒരു കോസ്റ്റ് വരും ടാക്സ് വരും ഈ 6 ലക്ഷത്തിന് പുറമെ ഏകദേശം ഒരു നമുക്ക് ടാക്സ് വരും പിന്നെ നമുക്കതിന് ചെയ്ത് കൊടുക്കാവുന്നതാണ് കസ്റ്റമർ മേ ബി എല്ലാവരും DL രജിസ്ട്രേഷൻ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഡുക്കാട്ടിയൊക്കെ നമ്മൾ കേരളത്തിൽ KL രജിസ്ട്രേഷൻ കുറവാണ് ഓക്കെ അതർ സ്റ്റേറ്റ് വണ്ടികൾ മീൻ പ്രീമിയം ഓൾമോസ്റ്റ് എല്ലാം അതർ സ്റ്റേറ്റുകളാണ് ഓക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ നല്ല ചേഞ്ചസ് ഉണ്ട് ഓക്കെ ഇത് ഏകദേശം ഇപ്പം നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് കോസ്റ്റ് വരും 1.5 അടുത്ത് കോസ്റ്റ് വരും ടാക്സ് അടിച്ച് ഓക്കെ ഈവൻ ഇപ്പോൾ നമ്മൾ നമ്മൾ ടാക്സും കാര്യങ്ങളും ഇൻക്രീസ് കൂട്ടിയിട്ടുണ്ട് ഓക്കെ ഇന്നത്തെ പത്ര റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ ഇനി നമുക്ക് എവിടെ തുടങ്ങാം ഇത് പറയണത് അവിടെ തുടങ്ങും GS-ലോട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പ്രീമിയം കാറ്റഗറിയാണ് നമുക്ക് ഇനി റാലി എഡിഷൻ ഇവിടെ നിൽക്കുന്നുണ്ട് GS 310 അങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെ BMW ബേസ് മോഡലാണ് GS 310 2022 മോഡലാണ് കാടും മലയും കുന്നൊക്കെ കയറാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഏരിയ ഫുൾ അഡ്വഞ്ചർ സെഗ്മെന്റ് ആണ് നമുക്ക് ഡീറ്റെയിൽസ് പറ 2022 മോഡലാണ് 10,000 കിലോമീറ്റർ വണ്ടി ഓടില്ല സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഓക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ലോഡ് ചെയ്തിട്ടുണ്ട് വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി എടുക്കുക നമുക്ക് അടിച്ചു പൊളിക്കാം ആ രീതിയിലാണ് വണ്ടി നിൽക്കുന്നത് അതെ ഓക്കെ ഇത് നമ്മൾ പ്രൈസ് കോട്ട് ചെയ്തിട്ടുള്ള 3,48,000 രൂപയാണ് പ്രൈസ് നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ളത് എത്ര ലോൺ പാസ്സാവും ഏകദേശം നമുക്കൊരു 2.25 വരെ വണ്ടിക്ക് ലോൺ പാസ്സാവും ഓക്കെ ഏകദേശം നമ്മളെ കസ്റ്റമർ ട്രാക്ക് അനുസരിച്ച് വണ്ടിയുടെ 80% നിങ്ങൾക്ക് ലോൺ പാസ്സാവുന്നുണ്ട് അതും അഡ്വഞ്ചർ സെഗ്മെന്റ് ഒരു BMW എന്ന് പറയുന്ന ബ്രാൻഡിൽ നിങ്ങളൊരു അഡ്വഞ്ചർ സീരീസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റാലി എടുക്കും അല്ലേ അത്യാവശ്യം ഓഫ് റോഡിന് പറ്റിയ വണ്ടിയാണ് അതെ BMW റാലി എഡിഷൻ ആണത് അതുപോലെ തന്നെ ബാക്കിലെ സസ്പെൻഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ കുണ്ടും കുഴിയൊന്നും എടുത്ത്
ചാടുന്ന അറിയില്ല, അത്രയും പെർഫെക്റ്റ് ആണ്. അതിനുള്ള പെർഫോമൻസ് വണ്ടി തരും. ബാക്കിലെ സസ്പെൻഷൻ അത്രയും പെർഫെക്റ്റ് ആട്ടോ ഈ ഒരു വാഹനത്തിന്റെ. ഞാനിതൊരു ആഴ്ച 1 വീക്ക് ഉപയോഗിച്ചൊരു വാഹനമാണ്, അതുകൊണ്ടാണ് ഞാൻ ആ റിവ്യൂ കൂടെ ഉൾപ്പെടുത്തി. ഓക്കെ, അടുത്തത് 2018 മോഡലാണ്, സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ഓക്കെ, ഇത് നമ്മൾ പ്രൈസ് കോട്ട് ചെയ്തില്ല, 2,28,000 രൂപയുടെ പ്രൈസ് കോട്ട് ചെയ്തില്ല. ഏകദേശം നമുക്കൊരു 50,000 രൂപയുടെ റേഞ്ചിൽ ഡൗൺ ഉണ്ടെന്ന് വണ്ടി ഇറക്കാം. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ BMW ഇറക്കാം. GS Return 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BMW GS Return കസ്റ്റമർ ട്രാക്ക് അനുസരിച്ചാണ് 40 ഔട്ടോ ഇറക്കാം. കസ്റ്റമർ ട്രാക്കിനനുസരിച്ച് നിങ്ങളുടെ സിവിൽ സ്കോർ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നമ്മൾ ലോണിൽ ഇറക്കി തരും. ഓക്കെ, വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്? ഓവറോൾ പെർഫെക്റ്റ് ആണ്. ഓക്കെ, ടയർസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എഞ്ചിന്റെ കണ്ടീഷൻ, ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, അടുത്തതും GS Return തന്നെയാണ്. GS Return 2018 മാനുഫാക്ചർ മോഡൽ കൂടിയ, അതെ സോറി 19 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഏകദേശം വണ്ടി 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം വെൽ മെയിൻറ്റൈൻ. ഏകദേശം നമുക്കൊരു 70K റേഞ്ചിൽ ഡൗൺ ഉണ്ടെന്ന് വണ്ടി ഇറക്കാവുന്നതാണ്. 75,000 രൂപ. അതിനപേക്ഷിച്ചിട്ട് ഡൗൺ പേയ്മെന്റ് കൂടാനുള്ള കാരണം മോഡൽ കൂടി. ഓക്കെ, പ്രൈസും ചെറിയ വേരിയേഷൻ ഉണ്ട്. ഏകദേശം 285 ആണ് പ്രൈസ് കൂട്ടിയിട്ടില്ല. അതിന്റെ ഒരു ഇതാണ്. ഓക്കെ, ഇവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ സർവീസസ് കൊടുക്കാൻ പറ്റും? ഇവർക്ക് സർവീസും മെയില്ല, എന്തെങ്കിലും എഞ്ചിന് വാറണ്ടി ഗ്യാരണ്ടി അങ്ങനത്തെ സംഭവം? വണ്ടിക്ക് ചെക്കിംഗ് വാറണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് പ്രിഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വണ്ടികൾക്ക് എന്താണോ വേണ്ടത് അത് ഫുള്ള് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സെല്ലിംഗ് മാത്രമല്ല, സർവീസിങ്, പെയിന്റിങ്, വാഷിംഗ്, പോളി എല്ലാം വണ്ടിയുടെ A to Z കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, നമ്മൾ കസ്റ്റമർക്ക് എന്താണോ പറയുന്നത് അത് നമുക്കിവിടെ ചെയ്യാൻ കഴിയും. കാരണം അതിനുള്ള ഫെസിലിറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ വാഹനം എടുക്കുന്ന സമയത്ത് എക്സ്ട്രാ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരും. അതിനിപ്പോൾ കസ്റ്റമർക്ക് എക്സ്ട്രാ ആക്സറീസ് വേണമെന്നുണ്ട്, അത് നമുക്ക് പ്രിഫർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മേ ബി പെയിന്റ് കസ്റ്റം ചെയ്യണമെങ്കിൽ കസ്റ്റം ചെയ്യും. എല്ലാം വണ്ടിയുടെ A to Z കാര്യങ്ങൾ. ബൈക്കുകൾക്ക് നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുക, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാം. അടുത്തത് 390 ആണ്. ഓക്കെ, 2020 മോഡലാണ്. 28,000 കിലോമീറ്റർ വണ്ടി ഓടിയില്ല. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിമേ. നമ്മൾ പ്രൈസ് കൂട്ടിയില്ല, 2,88,000 രൂപയുടെ പ്രൈസ് കൂട്ടിയില്ല. ഏകദേശം നമുക്ക് 70,000 രൂപ റേഞ്ചിൽ ഡൗൺ ഉണ്ടെന്ന് വണ്ടി ഇറക്കാം. 70,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഓക്കെ, അടുത്ത വാഹനം, അടുത്തതും 390 ആണ്. 390 ആണ്. 2021 മോഡലാണ്. 24 കിലോമീറ്റർ വണ്ടി ഓടിയില്ല. 21. അതെ. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇതിന് പ്രൈസ് കൂട്ടിയില്ല, 2,88,000 രൂപയുടെ പ്രൈസ് കൂട്ടില്ല. ഏകദേശം നമുക്ക് 70,000 രൂപ റേഞ്ചിൽ ഡൗൺ ഉണ്ടെന്ന് വണ്ടി ഇറക്കാം. 70,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക് അഡ്വഞ്ചർ 390 ഇറക്കാം. ബാക്കിയുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പെർഫെക്റ്റ് വാഹനം. അടുത്തത് 250 അഡ്വഞ്ചർ 250 ആണ്. 2021 ആണ്. സോറി 21 മോഡൽ തന്നെയാണ്. 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇത് നമ്മൾ പ്രൈസ് കൂട്ടിയില്ല, 2,35,000 രൂപയുടെ പ്രൈസ് കൂട്ടി. എത്ര ഡൗൺ പേയ്മെന്റ്? ഏകദേശം നമുക്കൊരു 50,000 രൂപ റേഞ്ചിൽ ഡൗൺ ഉണ്ടെങ്കിൽ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 250 ഇറക്കാം. ഓക്കെ, അടുത്തതും അഡ്വഞ്ചർ 250 തന്നെയാണ്. ഓറഞ്ച് ആൻഡ് വൈറ്റ് എഡിഷൻ. അതെ, ഡീറ്റെയിൽസ് എങ്ങനെ? 22 മോഡൽ, 22 മോഡലാണ്. 25,000 കിലോമീറ്റർ ഇതും വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 2,48,000 രൂപയാണ് നമ്മൾ പ്രൈസ് കൂട്ടിയില്ല. ഏകദേശം 50,000 രൂപ റേഞ്ചിൽ ഡൗൺ ഉണ്ടെങ്കിൽ ഇത് അടക്കാം. ഓക്കെ, 90% ആയി ലോൺ അല്ലേ? വണ്ടിയുടെ 90% ലോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം കേട്ടോ. ഓക്കെ, എക്സ്പൾസ് 4V ആണ്. 2023 മോഡൽ, 8,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഏകദേശം നമ്മൾ പ്രൈസ് കൂട്ടിയിൽ 1,58,000 രൂപയാണ് പ്രൈസ് കൂട്ട് ചെയ്തിട്ടുള്ളത്. 1,58,000. ഏകദേശം നമുക്കൊരു 35,000 രൂപ റേഞ്ചിൽ ഡൗൺ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. എക്സ്പൾസിന്റെ ഒരു കാലഘട്ടമാണ്. അഡ്വഞ്ചർ സെഗ്മെന്റ് അത്യാവശ്യം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. അത്യാവശ്യം പ്രിഫറൻസ് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാലോ. ഓക്കെ, BS3 വന്നോട് കൂടിയിട്ട് അഡ്വഞ്ചറിന് കുറച്ചും കൂടെ ഡിമാൻഡിങ് ഉണ്ട്. മെയിൻലി ഹിമാലയക്ക് നല്ല മാർക്കറ്റ് കൂടിയിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രൈസിങ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എങ്ങനെ ഡീറ്റെയിൽസ് വരും? കുറച്ച് മോഡൽ കൂടി വേണം. അതെ, 2021 ലാസ്റ്റ് മോഡലാണ്. ഇവൻ സോൾഡ് ഔട്ട് ആണ്. ഓക്കെ, സോൾഡ് ഔട്ട് ആണോ? അതെ, ടോക്കൺ ആയിട്ടുണ്ട്. ഹാർലി ഡേവിഡ്സൺ 2016 മോഡൽ. 2016 മോഡൽ 28,000 കിലോമീറ്റർ വണ്ടി ഓടും. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. ഹാർലി ഡേവിഡ്സണിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുമോ? അതെ, ബേസ് മോഡലാണ്. ആ സ്ട്രീറ്റുകൾ ഹാർലി ഡേവിഡ്സണോട് ബേസ് മോഡലാണ്. സ്ട്രീറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രീറ്റ് റോഡ് ഇരിക്കുന്നുണ്ട്. പിന്നെ അയാണ് അങ്ങോട്ട് പിന്നെ മോഡൽ കൂടിയ വണ്ടികളാണ്. ഓക്കെ, ഡീറ്റെയിൽസ് എങ്ങനെ? 2016 മോഡൽ 28,000 കിലോമീറ്റർ വണ്ടി ഓടും. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. 328 ആണ് നമ്മൾ പ്രൈസ് കൂട്ടില്ല. ഏകദേശം നമുക്കൊരു 1 lakh റേഞ്ചിൽ ഡൗൺ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 1,00,000 രൂപ ഉണ്ടെങ്കിൽ ഹാർലി ഡേവിഡ്സൺ പോലുള്ള വാഹനങ്ങൾ പ്രീമിയത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അടുത്തത് അത് 2019 മോഡലാണ്. 13,000 കിലോമീറ്റർ വണ്ടി ഓടില്ല. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 4,70,000 രൂപയാണ് നമ്മൾ പ്രൈസ്. നല്ല വൃത്തിയുള്ള വാഹനം അല്ലേ? ABS മോഡലാണ്. ABS ആണ്. അതെ, സ്ക്രീമികൾ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ആണ്. ഏകദേശം 40,000 അടുത്ത് കോസ്റ്റ് വരുന്ന എക്സോസ്റ്റ് ആണ്. അതൊക്കെ നമ്മൾ എക്സസൈസ് ആയിട്ട് വണ്ടി ഉണ്ട്. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എല്ലാ വണ്ടികളും ഓക്കെ ആണ്. ഈവൻ ഇപ്പോൾ എക്സോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എക്സസൈസുകൾ എടുത്ത് പറയുന്നില്ല. ഓക്കെ,
470 നമ്മൾ പ്രൈസ് കൂട്ടിയത്. ഏകദേശം ഇത് നമുക്ക് ഏകദേശം ഒരു 1.25 റേഞ്ചിൽ ഡൗൺ തന്നെ വണ്ടി ഇറക്കാം. ഡൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണോ വരുന്നത്? അതെ. എഞ്ചിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ല പെർഫെക്റ്റ് വാഹനമാണ്, നല്ല ക്ലീൻ ആൻഡ് സ്പെക്ക് സാധനമാണ്. സൗണ്ട് കേൾപ്പിക്കാൻ പറ്റുമോ? ഹാർലിയുടെ സൗണ്ട് വേറെ പ്രത്യേക ഫീലിംഗ് അല്ലേ, വേറൊരു വൈബാട്ടോ. ഒരു റോട്ടിൽ കൂടെ ഒരു ഹാർലി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഹാർലി ആണോ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ. സ്ട്രീറ്റ് ആണെന്നില്ല, അത്യാവശ്യം നല്ല ലൗഡാണ്. ഓക്കെ, അതിനിപ്പോൾ 48 വേണമെന്നില്ല, സ്ട്രീറ്റ് ആണെന്നില്ല, അത്യാവശ്യം ഇതാണ്. അടുത്തായിട്ട് ബെൻലി TRK ആണ്, 2022 മോഡലാണ്. ഓക്കെ, ഏകദേശം എല്ലാ വണ്ടി ഡീറ്റെയിൽസ് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഇത് പുതിയ സ്റ്റോക്കാണ്, നമ്മൾ പോസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല വണ്ടി. ഓക്കെ, നല്ല വൈറ്റ് ഫിനിഷോടെ 20,000 വണ്ടി ഓടിയിട്ടുള്ളത്. 20,000 ഷോറൂമിൽ ജസ്റ്റ് സർവീസ് കഴിഞ്ഞ് കൊടുത്തിട്ടുള്ളൂ വണ്ടി. ഓക്കെ, അത്യാവശ്യം ഇതും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ്. വലിയ ഭീമാകാരമായിട്ടുള്ള സൗണ്ട് അല്ല, സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്യുന്ന വണ്ടിയാണ് TRK. ബെൻലിയുടെ TRK എത്ര CC വരുന്നത്? 502. അതായത് 502 X വരുന്നുണ്ട്, 502 വരുന്നുണ്ട്. ഇത് 502 സെക്ഷൻ ആണ്. ഓക്കെ, 502 X ആകുമ്പോൾ കുറച്ചുകൂടെ ബൾക്കിയാവോ? ബൾക്കി ചെറിയ മാറ്റങ്ങളുണ്ട്, ബോഡി കാര്യങ്ങളൊക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ട്, കിറ്റിലൊക്കെ ചേഞ്ചസ് ഉണ്ട്, ചെറിയ ചേഞ്ചസ് ഉണ്ട്, അല്ലാതെ മാറ്റില്ല, ചെറിയ ചേഞ്ചസ് ഉണ്ട്. വണ്ടിയുടെ കണ്ടീഷൻ ഓവർ പെർഫെക്റ്റ് ആണ്. 2022 മോഡലാണ്, ചോദിക്കേണ്ട ആവശ്യമില്ല. 2022 മോഡൽ കേട്ടോ. എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പിന്നെ കിറ്റ് കാര്യങ്ങളൊക്കെ. അടുത്തത് ഐസങ് GTR ആണ്, ഒന്നും പറയാല്ല, മാരകം. 2016 മോഡലാണ്, 7000 കിലോമീറ്റർ വണ്ടി ഓടില്ല, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സൂപ്പർ ബൈക്ക് എന്ന് പറയുന്ന കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഏകദേശം ഒരു 16 to 17 ആ ഇയർലി നമുക്ക് നോക്കുമ്പോൾ ഐസങ് ഒക്കെ വലിയ വണ്ടികളാണ്. ഈവൻ ഇപ്പൊ നമ്മൾ മാറിയ വണ്ടികളാണ്, നമ്മളൊന്ന് അത് പ്രീമിയം കാണുന്നില്ല. ഓക്കെ, റയറസ്റ്റ് ആണ് അന്നൊക്കെ ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുമ്പോൾ റോഡിൽ കാണത്തില്ല. ഓ, അന്ന് GTR അയാസങ്ങൊക്കെയാണ് അന്ന് റോഡ് വരിക്കുന്നത്. അതിന്റെ ഒരു ലുക്ക് തന്നെ അല്ലേ, ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന ലുക്കായിരുന്നു. പിന്നെ സിംഗിൾ ഓൺഷിപ്പ് ആണ്, പ്രൈസ് കൂട്ടി ചെയ്തിട്ട് 2,23,000 രൂപയാണ് പ്രൈസ് കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, 2,23,000. ഓക്കെ, എത്ര ഡൗൺ പേയ്മെന്റ് എടുക്കുക? ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. ഏകദേശം നമുക്കൊരു 50K റേഞ്ചിൽ ഡൗൺ തന്നെ വണ്ടി ഇറക്കാം. 50,000 രൂപ ഉണ്ടെങ്കിൽ ഐസങ് GT ഒരു സൂപ്പർ ബൈക്ക് ഇറക്കാം. 7,000 വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ, സിംഗിൾ ഓൺഷിപ്പ് 7,000 കിലോമീറ്റർ വണ്ടി ഓടി, വെറും 7,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഐസങ് GTR 50,000 ഡൗൺ പേയ്മെന്റ് അല്ലേ? 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഐസങ് GTR ഇറക്കാം. അപ്പോൾ ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഒരു സ്പെഷ്യൽ വാഹനം കൂടിയാണ്. എഞ്ചിന് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, എല്ലാം പെർഫെക്റ്റ്. വെറും 7,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ കേട്ടോ, അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു സെക്ഷനത്തെ വാഹനങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. ഇവിടെ നമുക്ക് TNT അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള വണ്ടികളാണ്. ഓക്കെ, 2017 മോഡലാണ്, ഫസ്റ്റ് ബ്ലാക്ക് എഡീഷനിൽ വരുന്നത് 2017 മോഡലാണ്. വണ്ടി ഓടിയിട്ടുള്ളത് 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഇത് നമ്മൾ പ്രൈസ് കൂട്ടിയിട്ടുള്ളത് 2,45,000 രൂപയുടെ പ്രൈസ് കൂട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ഓക്കെ, ബെൻലിയുടെ ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ CC കുറഞ്ഞ ബൈക്ക്. CC 300 സെഗ്മെന്റിലോട്ട്, അതായത് ഇപ്പം നമ്മളൊരു നിഞ്ച 300 അങ്ങനത്തെ 300 സ്പെക്കിലോട്ട് പ്രിഫർ ചെയ്യുന്നവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ബെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടാണ് കേട്ടോ, ബെല്ലി എന്ന് പറഞ്ഞാൽ സൗണ്ടാണ്. 600i അതാണ് അവരുടെ ഏറ്റവും ടോപ്പിൽ മീൻസ്, അതായത് 600 cc ആണെന്നുണ്ടെങ്കിൽ സാധനം കോമ്പീറ്റ് ചെയ്യുന്നത് C8 C900 ആയിരിക്കാം. ഇവ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു വണ്ടിയാണ്, അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ് 600i. ഓക്കെ, എങ്ങനെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, വണ്ടിയുടെ എഞ്ചിന്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഓവറോൾ പെർഫെക്റ്റ് ആണ്. ഏകദേശം നമുക്കൊരു 50,000 50,000 റേഞ്ചിൽ ഡൗൺ തന്നെ വണ്ടി ഇറക്കാനായിട്ട് പറ്റും. അടുത്ത വണ്ടി അത് 2019 മോഡലാണ്, ബെൻലി TNT ആണ്. 2019 മോഡൽ വണ്ടി 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഇതിൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ, സൗണ്ട് ബെല്ലി എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ് അല്ലേ, വലിയ സൗണ്ടാണ്. നമ്മൾ ബെല്ലി എടുക്കുന്നത് എന്തിനാ, സൗണ്ട് കേൾക്കാൻ വേണ്ടിയില്ല. ഓക്കെ, 2019 മോഡൽ 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഇനി നമ്മൾ പ്രൈസ് കൂട്ടി 2,85,000 രൂപയാണ് പ്രൈസ് കൂട്ടി ചെയ്തിട്ടുള്ളത്. ഏകദേശം നമുക്കൊരു 70K റേഞ്ചിൽ ഡൗൺ തന്നെ വണ്ടി ഇറക്കാം. 75,000 രൂപ. ഇത് 50,000 രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം, ആ ബെല്ലി ഇറക്കാം. ഓക്കെ, ഇത് രണ്ടും മോഡൽ വ്യത്യാസം ഉണ്ട്, 19, 17, 19. ഇതൊരു 70 രൂപ ഉണ്ടെങ്കിൽ ഇത്
ഇതാണെങ്കിൽ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. അതിൽ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി രണ്ടും കണ്ടീഷന് കാര്യങ്ങളൊക്കെ ഗുഡ് കണ്ടീഷനിലിരിക്കുന്ന വണ്ടികളാണ്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞു. അടുത്തത് BMW G310. അതെ. ഓക്കെ, അടുത്തത് നമുക്ക് BMW G310 ഡീറ്റെയിൽസ് പറയാം. G310 ആണ്. ഓക്കെ, 2020 മോഡലാണ്. 11,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പ്രൈസ് കൂടി 2,35,000 രൂപയാണ് പ്രൈസ് കൂട്ടിയിട്ടുള്ളത്. ഏകദേശം നമുക്കൊരു 50,000 രൂപ റേഞ്ചിൽ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇറക്കാം, വണ്ടി ഇറക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഭാവിയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോഴത്തെ വീഡിയോ കാണാം. ബൈ.